നമസ്കാരം, ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ BS രാജേഷ്. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ നികുതി ചുമത്തിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ എതിർത്ത് US വ്യാപാര കോടതി. നികുതി ഏർപ്പെടുത്തിയ നടപടിയും തടഞ്ഞു കോടതി. വ്യാപാര വിഷയങ്ങൾ പരിഗണിക്കുന്ന USലെ ഫെഡറൽ കോടതിയായ മൻഹാട്ടൻ അന്താരാഷ്ട്ര വ്യാപാര കോടതിയാണ് ഈ നീക്കം നടത്തിയത്. ട്രംപിന്റെ നീക്കം അധികാര ദുർവിനിയോഗമെന്നും കോടതി. ഇന്ത്യക്കാർക്കടക്കം തിരിച്ചടിയായി കെയർ സ്റ്റാമർ സർക്കാരിന്റെ സ്വദേശിവൽക്കരണ നീക്കങ്ങൾ പുരോഗമിക്കുന്നു. കുടിയേറ്റ തൊഴിലാളികളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനായി UK-യിൽ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള കുടിയേറ്റക്കാർ സജീവമായ കൺസ്ട്രക്ഷൻ, എഞ്ചിനീയറിംഗ്, സോഷ്യൽ കെയർ മേഖലകളിൽ സ്വദേശികൾക്ക് പരിശീലന പദ്ധതികൾ ഒരുക്കി UK സർക്കാർ. ട്രംപ് ഭരണകൂടത്തിലെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും താൻ ഒഴിയുന്നതായി പ്രഖ്യാപിച്ച എലോൺ മസ്ക് ആയിരക്കണക്കിന് ഫെഡറൽ ജോലികൾ ഇല്ലാതാക്കിയ US ഗവൺമെന്റിന്റെ ഡോഗ് നീക്കത്തിന് നേതൃത്വം നൽകിയെന്ന് മസ്കിന്റെ വീമ്പിളക്കൽ. ട്രംപിനെ വിമർശിച്ചത് ഓഫ് ബോർഡിങ്ങിന് കാരണമെന്ന് സൂചന. ഹമാസ് തലവൻ മുഹമ്മദ് സിൽവാർ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. സിൽവാറിനെ വധിച്ചതായി സ്ഥിരീകരിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. യുക്രൈൻ യുദ്ധത്തെ ചൊല്ലി US-ഉം റഷ്യയും തമ്മിൽ പരസ്യമായ വാക്പോരിലെത്തി. റഷ്യ ഉക്രൈൻ അതിർത്തിയിൽ 50,000 സൈനികരെ വിന്യസിച്ചതിനെ പുടിൻ തീ കൊണ്ട് കളിക്കുകയാണെന്ന് പ്രതികരിച്ച് ട്രംപ്. ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ നാറ്റോ വികസനം നിർത്തണമെന്നും റഷ്യക്കെതിരായ ഉപരോധങ്ങൾ പിൻവലിക്കണമെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ നിബന്ധന വച്ചതായി റിപ്പോർട്ട്. UK-യിൽ 2 ചൈൽഡ് ബെനിഫിറ്റ് ക്യാപ് എന്ന നിയന്ത്രണം എടുത്തു കളയാൻ സർക്കാർ ആലോചിക്കുന്നതായി വിദ്യാഭ്യാസ സെക്രട്ടറി ബ്രിജിറ്റ് ഫിലിപ്സ്. വീട്ടുജോലിക്കാരെ റിക്രൂട്ട് ചെയ്യുന്ന ഓഫീസുകൾക്കെതിരെ നിയമം കർശനമാക്കി UAE. ഈ വർഷം ആദ്യം 3 മാസത്തിനിടെ നിയമം ലംഘിച്ച 30 റിക്രൂട്ടിംഗ് ഓഫീസുകൾക്കെതിരെ നടപടിയെടുത്തതായി UAE മാനവ വിഭവശേഷി മന്ത്രാലയം. ഇനി മുതൽ ഇന്ത്യൻ പൗരന്മാർക്ക് വിവാഹ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ തന്നെ പാസ്പോർട്ടിൽ പങ്കാളിയുടെ പേര് ചേർക്കാം. ഇതിനായി പാസ്പോർട്ട് നിയമത്തിൽ ഇളവ് വരുത്തി ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ്. നിലമ്പൂരിൽ മത്സരിക്കാൻ TMC ദേശീയ നേതൃത്വത്തെ സന്നദ്ധത അറിയിച്ച് PV അൻവർ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ കോൺഗ്രസിന്റെ പരാജയത്തിന് പാലം വലിച്ചത് ആര്യടൻ ഷൗക്കത്ത് എന്ന് CPM. ഇടത് സ്ഥാനാർത്ഥി ആരെന്ന് നാളെ അറിയാം. വാർത്തകൾ വിശദമായി. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ അധിക നികുതി ചുമത്തിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടിക്കെതിരെ US വ്യാപാര കോടതി രംഗത്ത്. നികുതി ഏർപ്പെടുത്തിയ നടപടിയും തടഞ്ഞു. വ്യാപാര വിഷയങ്ങൾ പരിഗണിക്കുന്ന USലെ ഫെഡറൽ കോടതിയായ മൻഹാട്ടൻ അന്താരാഷ്ട്ര കോടതിയുടേതാണ് നടപടി. ട്രംപിന്റെ നീക്കം അധികാര ദുർവിനിയോഗമെന്നും കോടതി വിലയിരുത്തി. ഡെമോക്രാറ്റുകൾ ഭരിക്കുന്ന 12 സംസ്ഥാനങ്ങളിലെ അറ്റോർണി ജനറൽമാർ നൽകിയ ഹർജിയിലാണ് കോടതി ട്രംപിനെതിരായ വിധി പ്രഖ്യാപിച്ചത്. US പാർലമെന്റായ കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ രാജ്യങ്ങൾക്ക് നികുതി ഏർപ്പെടുത്താനുള്ള അധികാരം പ്രസിഡന്റ് ഇല്ലെന്നും കോടതി വ്യക്തമാക്കി. 10 ദിവസത്തിനുള്ളിൽ നികുതി ചുമത്തിയ നടപടി പിൻവലിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു. US പ്രസിഡന്റിന് ദേശീയ പ്രാധാന്യമുള്ള സാമ്പത്തിക അടിയന്തര പ്രശ്നങ്ങളിൽ സ്വതന്ത്രമായി നടപടിയെടുക്കാൻ അനുവദിക്കുന്ന 1977 ഇന്റർനാഷണൽ എക്കണോമിക് പവേഴ്സ് ആക്ട് പ്രകാരമാണ് ട്രംപ് ഈ രാജ്യങ്ങൾക്ക് നികുതി ചുമത്തിയത്. US-ന് വ്യാപാര കമ്മി ഉണ്ടാകുന്നത് ദേശീയ പ്രാധാന്യമുള്ള ഈ വിഷയത്തിലല്ലെന്ന് കോടതി നിരീക്ഷിച്ചു. മാത്രമല്ല, ഈ നിയമം പ്രസിഡന്റിന് പരിധിയില്ലാത്ത അധികാരം നൽകുന്നില്ലെന്നും കോടതി വിധിച്ചു. ഭരണഘടന അനുസരിച്ച് US പാർലമെന്റായ കോൺഗ്രസിന് മാത്രമേ അന്താരാഷ്ട്ര വ്യാപാരത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള അധികാരമുള്ളൂ. പ്രസിഡന്റിന് ഈ അധികാരത്തെ മറികടക്കാനാകില്ലെന്നും അന്താരാഷ്ട്ര കോടതി പറഞ്ഞു. കുടിയേറ്റ തൊഴിലാളികളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനായി UK-യിൽ വിവിധ തൊഴിൽ മേഖലകളിൽ സ്വദേശികൾക്ക് പരിശീലന പദ്ധതി ഒരുക്കി UK സർക്കാർ. ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള കുടിയേറ്റക്കാർ സജീവമായ കൺസ്ട്രക്ഷൻ, എഞ്ചിനീയറിംഗ്, സോഷ്യൽ കെയർ മേഖലകളിലാണ് ബ്രിട്ടീഷ് പൗരന്മാരെ സർക്കാർ പരിശീലിപ്പിക്കാൻ തുടങ്ങിയത്. 1.2 ലക്ഷം പേരെ പരിശീലിപ്പിക്കാൻ 300 കോടി പൗണ്ടിൻ്റെ വൻ പദ്ധതിയാണ് സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചത്. തൊഴിൽ പരിശീലന രംഗത്ത് വലിയ വിപ്ലവമായാണ് കെയർ സ്റ്റാമർ സർക്കാർ ഈ പദ്ധതിയെ വിശേഷിപ്പിക്കുന്നത്. വിദേശികളുടെ തൊഴിൽ സാധ്യതകൾക്ക് കൂടുതൽ വെല്ലുവിളി ഉയർത്തുന്ന പുതിയ ലെവിയും സർക്കാർ പ്രഖ്യാപിച്ചു. ഇതനുസരിച്ച് വിദേശ തൊഴിലാളികളെ നിയമിക്കുന്ന തൊഴിലുടമകൾ നൽകേണ്ട ലെവി ചാർജുകൾ 32% വർദ്ധിപ്പിച്ചത്. നിലവിൽ 16-നും 24 വയസ്സിനും ഇടയിൽ പ്രായമുള്ള UK പൗരന്മാരിൽ 8-ൽ ഒരാൾ വിദ്യാഭ്യാസമോ തൊഴിൽ പരിശീലനമോ ജോലിയോ ഇല്ലാത്തയാളാണ്. ഈ പ്രശ്നം പരിഹരിക്കുന്നതിനാണ് രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരിശീലന പരിപാടി ആരംഭിച്ചതെന്നാണ് കെയർ സ്റ്റാമർ സർക്കാരിൻ്റെ വിശദീകരണം. ആയിരക്കണക്കിന് ഫെഡറൽ ജോലികൾ ഇല്ലാതാക്കിയ US സർക്കാരിൻ്റെ വലിപ്പം ചുരുക്കാനുള്ള പ്രക്ഷുബ്ധമായ ഒരു നീക്കത്തിന് നേതൃത്വം നൽകിയ ശേഷമാണ് താൻ ഡോഗിൻ്റെ നേതൃസ്ഥാനം ഒഴിയുന്നതെന്ന് വീമ്പിളക്കി എലോൺ മസ്ക്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ X-ലെ പോസ്റ്റിൽ ലോകത്തിലെ ഏറ്റവും ധനികനായ മനുഷ്യൻ ഡോഗ് എന്നറിയപ്പെടുന്ന അമേരിക്കൻ ഗവൺമെൻറ് എഫിഷ്യൻസി വകുപ്പ് നടത്താൻ അവസരം ലഭിച്ചതിന് ട്രംപിന് നന്ദി പറയുകയാണെന്ന് പ്രഖ്യാപിച്ചു. ബുധനാഴ്ച രാത്രിയാണ് വൈറ്റ് ഹൗസ് മസ്കിനെ പ്രത്യേക സർക്കാർ ജീവനക്കാരൻ എന്ന പദവിയിൽ നിന്നും ഓഫ് ബോർഡിംഗ് ചെയ്യാൻ തുടങ്ങിയതെന്നാണ് വാർത്തകൾ.
താൽക്കാലികമായിരുന്നു മസ്കിൻ്റെ പങ്കെന്നാണ് ഇപ്പോൾ വൈറ്റ് ഹൗസിൻ്റെ വിശദീകരണം. ട്രംപിൻ്റെ ചില നിർണായക പ്രഖ്യാപനങ്ങളെ മസ്ക് എതിർത്തു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഈ ഓഫ് ബോർഡിംഗ് എന്നാണ് അധികമായി വരുന്ന റിപ്പോർട്ടുകൾ. ഹമാസ് തലവൻ മുഹമ്മദ് സിൽവാർ ഇസ്രായേലിൻ്റെ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. ഹമാസിൻ്റെ ഗാസയിലെ തലവൻ മുഹമ്മദ് സിൽവാറിനെ വധിച്ചതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ഒക്ടോബറിൽ കൊല്ലപ്പെട്ട ഹമാസ് നേതാവ് യഹ്യ സിൽവാറിൻ്റെ ഇളയ സഹോദരനാണ് മുഹമ്മദ് സിൽവാർ. ഇക്കഴിഞ്ഞ മെയ് 14 തെക്കൻ ഗാസയിലെ യൂറോപ്യൻ ആശുപത്രിക്ക് താഴെയുള്ള ഒരു ഭൂഗർഭ നിലയിലേക്ക് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് മുഹമ്മദ് സിൽവാർ കൊല്ലപ്പെട്ടതെന്നാണ് റിപ്പോർട്ട്. നേരത്തെ ആക്രമണത്തിൽ മുഹമ്മദ് സിൽവാറിന് പരിക്കേറ്റതായി വിവരം പുറത്തുവന്നിരുന്നു. ബുധനാഴ്ചയാണ് പാർലമെന്റിൽ ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയ പ്രസ്താവനയിൽ മുഹമ്മദ് സിൽവാറിനെ ഇസ്രായേലി സൈന്യം വധിച്ചതായി അവകാശപ്പെട്ടത്. ഹമാസിൻ്റെ റാഫ ബ്രിഗേഡിൻ്റെ കമാൻഡറായ മുഹമ്മദ് ഷബാനെയും ഇതേ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. ഗാസയിൽ ഹമാസിൻ്റെ നേതൃനിരയിൽ അവസാനമായി ഉണ്ടായിരുന്ന നേതാവായിരുന്നു മുഹമ്മദ് സിൽവാർ. യഹ്യ സിൽവാറിൻ്റെ മരണത്തിന് ശേഷമാണ് മുഹമ്മദ് സിൽവാർ ഹമാസിൻ്റെ ഏറ്റവും മുതിർന്ന കമാൻഡർമാരിൽ ഒരാളായത്. ആക്രമണത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങളും ഇസ്രായേലി സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട്. യുക്രൈൻ യുദ്ധത്തെ ചൊല്ലി യുഎസും റഷ്യയും തമ്മിൽ വീണ്ടും പരസ്യമായ വാക്പോരിലേക്കെത്തി. റഷ്യ ഉക്രൈനിയൻ അതിർത്തിയിൽ 50,000 സൈനികരെ വിന്യസിച്ചതിന് പിന്നാലെ റഷ്യയ്ക്ക് കടുത്ത മുന്നറിയിപ്പുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തീ കൊണ്ട് കളിക്കുകയാണെന്നാണ് ട്രംപ് തൻ്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ എഴുതിയത്. റഷ്യ യുദ്ധ നടപടികൾ ശക്തിപ്പെടുത്തിയതും സമാധാന ചർച്ചകൾക്ക് പുടിൻ തയ്യാറാകാത്തതുമാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചതെന്നാണ് റിപ്പോർട്ട്. അതേസമയം മുൻ റഷ്യൻ പ്രസിഡന്റ് ദിമിത്രി മെദ്വദേവ് ട്രംപിൻ്റെ പരാമർശങ്ങളെ തള്ളിക്കളഞ്ഞു. ലോകമഹായുദ്ധം മാത്രമാണ് യഥാർത്ഥത്തിൽ ഏറെ മോശമായ കാര്യമെന്നാണ് മെദ്വദേവ് പ്രതികരിച്ചത്. ട്രംപ് റഷ്യക്കെതിരെ കൂടുതൽ കടുത്ത നടപടികൾ സ്വീകരിക്കാത്തതിൽ വിമർശനങ്ങൾ ഉയർന്നെങ്കിലും സമാധാന ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് ഈ നടപടിയെന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ നാറ്റോയുടെ വികസനം നിർത്തണമെന്നും റഷ്യക്കെതിരായ ഉപരോധങ്ങൾ പിൻവലിക്കണമെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പുതിയ നിബന്ധനകൾ വെച്ചതായി റിപ്പോർട്ട്. ഇക്കാര്യം പാശ്ചാത്യ നേതാക്കൾ രേഖാമൂലം ഉറപ്പു നൽകണമെന്നാണ് ഇപ്പോൾ പുടിൻ ആവശ്യപ്പെടുന്നത്. റഷ്യയുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ മാത്രമേ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാകൂ എന്നാണ് ക്രെംലിൻ്റെ നിലപാട്. റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ മാർപ്പാപ്പയെ മധ്യസ്ഥനാക്കണമെന്ന നിർദ്ദേശത്തിന് പിന്തുണയുമായി കൂടുതൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട്. യുകെയിൽ 2-ലധികം കുട്ടികളുള്ളവർക്ക് ബെനിഫിറ്റുകൾ ലഭിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന 2 ചൈൽഡ് ബെനിഫിറ്റ് ഗ്യാപ്പ് എടുത്തു കളയാൻ സർക്കാർ ആലോചിക്കുന്നതായി വിദ്യാഭ്യാസ സെക്രട്ടറി ബ്രിജിറ്റ് ഫിലിപ്സൺ. ഇത് സർക്കാരിന് വലിയ ചെലവുണ്ടാക്കുകയാണെന്നും ബ്രിജിറ്റ് ഫിലിപ്സൺ പറഞ്ഞു. വരുമാനത്തെയും ആസ്തിയും അടിസ്ഥാനമാക്കിയുള്ള ബെനിഫിറ്റുകൾ ലഭിക്കാൻ ഇത് തടസ്സമാകും എന്നതിനാലാണ് ഈ നീക്കമെന്നും സെക്രട്ടറി പറഞ്ഞു. മൂന്നാമത്തെയോ അതിനുശേഷമുള്ളതോ ആയ കുട്ടികൾക്ക് ആനുകൂല്യങ്ങൾ തടയുന്ന 2017 ഏപ്രിലിൽ നിലവിൽ വന്ന പദ്ധതി നിരവധി കുടുംബങ്ങളെയാണ് ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിട്ടതെന്നും ബ്രിജിറ്റ് ഫിലിപ്സൺ ചൂണ്ടിക്കാട്ടി. സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും വലിയ നഗരമായ സുറിച്ചിൽ പ്രധാനമായ റെയിൽവേ സ്റ്റേഷനിൽ സൈക്കിൾ യാത്രക്കാർക്ക് മാത്രമായി ഒരു പുതിയ ടണൽ. മെയ് 22 മുതൽ 28 വരെ നടന്ന സൈക്കിൾ വീക്കിൻ്റെ ഭാഗമായാണ് പുതിയ ടണൽ തുറന്നു കൊടുത്തത്. കാസർനെസ്ട്രാസയും സിൽക്വായും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ ടണൽ നഗരത്തിലെ 4-5 ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ആദ്യം കാറുകൾക്കായി ആസൂത്രണം ചെയ്ത ഈ ടണൽ പിന്നീട് സുസ്ഥിര ഗതാഗത മാർഗങ്ങൾക്കായി മാറ്റിവെക്കുകയായിരുന്നു. 440 മീറ്റർ നീളവും 6 മീറ്റർ വീതിയുമുള്ള ടണലിൽ 1240 സൈക്കിളുകൾക്ക് സൗജന്യമായി പാർക്ക് ചെയ്യാനും സൗകര്യമുണ്ട്. ഈ ബൈക്കുകൾ, ഈ മോപ്പഡുകൾ, ചെറിയ ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവയ്ക്കും ഇവിടെ പ്രവേശനമുണ്ട്. എന്നാൽ മണിക്കൂറിൽ 20 കിലോമീറ്ററിൽ കൂടുതൽ വേഗത പാടില്ല നിബന്ധനയുമുണ്ട്. കാൽനടക്കാർക്ക് ടണലിനുള്ളിലേക്ക് പ്രവേശനവുമില്ല. UK പൗണ്ട് ഇന്നത്തെ മൂല്യം ഒരു പൗണ്ട് 115.2 ഇന്ത്യൻ രൂപ, ഒരു $, 85.59 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 96.26 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.34 $. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. വീണ്ടും വാർത്തകളിലേക്ക്. ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. മലേഷ്യൻ പ്രധാനമന്ത്രി യാങ് അഹമ്മദ് ബെർഹോമാറ്റ് ഡാറ്റോ അൻവർ ബിൻ ഇബ്രാഹിമുമായി കൂടിക്കാഴ്ച നടത്തി. ബഹ്റിൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ. കിരീടാവകാശിയുടെ ഔദ്യോഗിക മലേഷ്യൻ സന്ദർശന വേളയിലാണ് ഈ കൂടിക്കാഴ്ച. വിവിധ മേഖലകളിലുള്ള മലേഷ്യൻ ബഹ്റൈൻ ബന്ധങ്ങളും സഹകരണങ്ങളും ശക്തിപ്പെടുത്താനുള്ള ബഹ്റൈൻ്റെ പ്രതിബദ്ധത കിരീടാവകാശി അറിയിച്ചു. പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട ആവശ്യകതയും ഇരുവരും ചർച്ച ചെയ്തു. പ്രധാനപ്പെട്ട 7 കരാറുകളിലും ഇരു രാജ്യങ്ങളും ഒപ്പിട്ടു. ഗൾഫ് സഹകരണ കൗൺസിൽ അംഗരാജ്യങ്ങളും മലേഷ്യയും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ സ്ഥാപിക്കുന്നതിനുള്ള സംയുക്ത ശ്രമങ്ങൾക്കും GCCയും അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റേൺ ഏഷ്യൻ നേഷൻസും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ആരംഭിക്കുന്നതിന് മുമ്പുള്ള ബഹ്റൈൻ്റെ പിന്തുണയും കിരീടാവകാശി മലേഷ്യയെ അറിയിച്ചു. UAE വീട്ടുജോലിക്കാരെ റിക്രൂട്ട് ചെയ്യുന്ന ഓഫീസർക്കെതിരായ നിയമങ്ങൾ കർശനമാക്കി.
ഈ വർഷം ആദ്യ 3 മാസത്തിനിടെ നിയമം ലംഘിച്ച 30 റിക്രൂട്ടിംഗ് ഓഫീസുകൾക്കെതിരെ നടപടിയെടുത്തതായി മാനവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം അറിയിച്ചു. പരിശോധനയിൽ 89 നിയമലംഘനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റ് ഓഫീസുകളുടെ നിയമലംഘനങ്ങൾ കണ്ടെത്തി പരിഹരിക്കുന്നതിനും നിയമം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും പരിശോധന ഊർജിതമാക്കിയിട്ടുണ്ട്. സുതാര്യമല്ലാത്ത റിക്രൂട്ടിംഗ്, സേവന പാക്കേജ് പ്രദർശിപ്പിക്കാതിരിക്കുക, തൊഴിലാളികളുടെ ശമ്പളവും ആനുകൂല്യവും കൃത്യമായി നൽകാതിരിക്കുക, റിക്രൂട്ടിങ്ങിന് പണം ഈടാക്കുക തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ നടത്തുന്നവർക്കെതിരെ ലൈസൻസ് റദ്ദാക്കുന്നതുൾപ്പെടെ കർശന നടപടികളാണ് ഉണ്ടാകുക. ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് പാസ്പോർട്ട് നിയമത്തിൽ ഇളവ് വരുത്തിയതോടെ ഇനി മുതൽ ഇന്ത്യൻ പൗരന്മാർക്ക് വിവാഹ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ തന്നെ പാസ്പോർട്ടിൽ സ്വന്തം പങ്കാളിയുടെ പേര് ചേർക്കാൻ കഴിയും. നിലവിൽ പുറത്തുവിട്ട പുതിയ വിവരങ്ങൾ പ്രകാരം ഇന്ത്യൻ പാസ്പോർട്ടിനായുള്ള അപേക്ഷകർക്ക് അനക്സർ ജയിൽ ദമ്പതികളുടെ ഫോട്ടോ പതിപ്പിച്ച സത്യവാങ്മൂലം സമർപ്പിക്കാം. കൂടാതെ വിവാഹ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ തന്നെ ദമ്പതികൾക്ക് അവരുടെ പാസ്പോർട്ടിൽ മാരിറ്റൽ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുന്നതിനെ അപേക്ഷിക്കാനും സാധിക്കും. നേരത്തെ ഇത് സംബന്ധിച്ച കാലതാമസവും അപേക്ഷ നിരസിക്കലും സ്ഥിരം പതിവായിരുന്നു. എന്നാൽ ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് പുതിയ നിയമത്തിൽ ഇളവ് വരുത്തിയിരിക്കുന്നതെന്നും അധികൃതർ വ്യക്തമാക്കി. ഇതുവഴി പ്രവാസികൾക്ക് പാസ്പോർട്ട് സേവനങ്ങൾ കൂടുതൽ എളുപ്പമാക്കുകയും ഒപ്പം അനുകൂലമാക്കുകയും ചെയ്യുന്നു എന്നാണ് ഇന്ത്യൻ കോൺസുലേറ്റിൻ്റെ നിലപാട്. ഈ വർഷത്തെ ഹജ്ജ് സീസണിൽ തീർത്ഥാടകർക്ക് കബയെ വലമയ്ക്കാനുള്ള സ്ഥലമായ മതാഫിൻ്റെ ശേഷി മണിക്കൂറിൽ 1,07,000 എന്ന വിധം വർദ്ധിപ്പിച്ചു. സൗദി അറേബ്യയിൽ ഇതിനോടകം 8,90,883 തീർത്ഥാടകർ എത്തിയെന്നും പാകിസ്ഥാനിൽ നിന്ന് ഏകദേശം 60,000 പേർ ഹജ്ജിനായി സൗദിയിലെത്തിയെന്നും അധികൃതർ അറിയിച്ചു. തീർത്ഥാടകരുടെ സുരക്ഷയും സൗകര്യവും ഉറപ്പാക്കാൻ സൗദി അറേബ്യ വിവിധ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഹജ്ജ് കർമ്മങ്ങൾക്കായി മസ്ജിദുൽ ഹറമിലെത്തുന്ന തീർത്ഥാടകർക്ക് കഅബയെ വലം വയ്ക്കാനുള്ള മതാഫ് ഏരിയയിൽ മണിക്കൂറിൽ 1,00,000-ലേറെ പേരെയാണ് ഇപ്പോൾ ഉൾക്കൊള്ളാൻ സാധിക്കുന്നതെന്ന് ഹറമുകളുടെ കാര്യാലയ മേധാവിയാണ് അറിയിച്ചത്. ഇനി GCC ഇന്ത്യ നാണയവിനിമയ നിരക്ക്. സൗദി റിയാൽ 22.82 ഇന്ത്യൻ രൂപ, ഒരു UAE ദിർഹം 23.28 ഇന്ത്യൻ രൂപ, കുവൈറ്റി ദിനാർ 278.54 ഇന്ത്യൻ രൂപ, ഒമാനി റിയാൽ 222.64 ഇന്ത്യൻ രൂപ. ഇനി നാഷണൽ വാർത്തകളിലേക്ക്. കശ്മീരിലെ ഷോപ്പിയാനിൽ 2 ലഷ്കർ ഇ തോയ്ബ ഭീകരക്കൊടി പിടികൂടി സൈന്യം. ലഷ്കർ ഭീകരരായ ഇർഫാൻ ബഷീറും ഉസൈർ സലാമുമാണ് സുരക്ഷാ സേനയും CRPFും പോലീസും നടത്തിയ സംയുക്തമായ ഓപ്പറേഷനിൽ പിടിയിലായത്. ഇവരിൽ നിന്നും 2 AK-56 റൈഫിളുകൾ, 4 മാഗസീനുകൾ, 2 ഹാൻഡ് ഗ്രനേഡുകൾ, വെടിക്കോപ്പുകൾ എന്നിവയും കണ്ടെടുത്തു. കൂടാതെ 5,400 രൂപയും ആധാർ കാർഡും ഭീകരിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. ഔദ്യോഗിക വസതിയിൽ നിന്നും പണം കണ്ടെത്തിയ സംഭവത്തിൽ ഡൽഹി ഹൈക്കോടതി മുൻ ജഡ്ജി യശ്വന്ത് വർമ്മയ്ക്കെതിരെ കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ ഇംപീച്ച്മെന്റ് പ്രമേയം കൊണ്ടുവരും. കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയതോടെ സുപ്രീംകോടതി നിയോഗിച്ച ആഭ്യന്തര കമ്മിറ്റി ജസ്റ്റിസ് വർമ്മ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരുന്നു. തുടർന്ന് മുൻ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, രാഷ്ട്രപതി ദ്രൗപദി മുർമു, രാജ്യസഭാ ചെയർമാൻ, ലോക്സഭാ സ്പീക്കർ എന്നിവർക്ക് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ ഇംപീച്ച് ചെയ്യാനുള്ള ശുപാർശ നൽകി. പഞ്ചാബ്, ഹരിയാന ഹൈക്കോടതികളിലെ ചീഫ് ജസ്റ്റിസായ ഷീല നാഗോ, ഹിമാചൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് GS സന്ധവാലിയ, കർണാടക ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അനു ശിവരാമൻ എന്നിടങ്ങുന്ന സമിതിയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് റിപ്പോർട്ട് നൽകിയത്. ഇനി കേരള ഹൈലൈറ്റ്സ്. KPCC അധ്യക്ഷ സ്ഥാനം ലഭിക്കാതെ വന്നതോടെ AICC സെക്രട്ടറി സ്ഥാനം ആവശ്യപ്പെട്ട് പത്തനംതിട്ട MP ആന്റോ ആന്റണി. KC വേണുഗോപാലുമായി ഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ MP ഇക്കാര്യം ഉന്നയിച്ചു. PC വിശ്വനാഥ് വർക്കിംഗ് പ്രസിഡന്റായതോടെ ഒഴിവ് വന്ന പദവിയിലേക്ക് തന്നെ പരിഗണിക്കണമെന്നാണ് ആവശ്യം. KPCC അധ്യക്ഷ പദവിയിലേക്ക് സണ്ണി ജോസഫിനൊപ്പം ആന്റോ ആന്റണിയും പരിഗണനയിലുണ്ടായിരുന്നു. ആന്റോ ആന്റണി മുതിർന്ന നേതാക്കളുടെ പിന്തുണ തേടിയിരുന്നു. സഭയുടെ പിന്തുണയുള്ള നേതാക്കളായിരുന്നു ഇരുവരും. മുകേഷ് അംബാനിയുടെ ജിയോ ബ്ലാക്ക് റോക്ക് സംരംഭം മ്യൂച്വൽ ഫണ്ട് നിക്ഷേപ രംഗത്തേക്ക് വരുന്നു. ഉപഭോക്താക്കൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ വൻ ലാഭം നേടിക്കൊടുക്കാൻ സഹായിക്കുന്ന അലാദീൻ എന്ന സോഫ്റ്റ്വെയറുമായാണ് അംബാനിയുടെ ജിയോ വരുന്നത്. ലോകത്തിലെ 200 മുൻനിര ഫിനാൻഷ്യൽ കമ്പനികൾ ഉപയോഗിക്കുന്നത് ഈ സോഫ്റ്റ്വെയറാണ്. ആഗോളതലത്തിൽ തന്നെ ഏറെ വിശ്വസനീയതയുള്ള ഫിനാൻഷ്യൽ സാങ്കേതികവിദ്യയാണിത്. ആഗോളതലത്തിൽ 21 ലക്ഷം കോടി ഡോളർ നിക്ഷേപം മാനേജ് ചെയ്യപ്പെടുന്നത് അലാദീൻ എന്ന സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ്. ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകർക്ക് വലിയ സാധ്യതയാണ് ഇതുവഴി ജിയോ ബ്ലാക്ക് റോക്ക് തുറന്നിടുന്നത്. നിലമ്പൂരിൽ മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ച് തൃണമൂൽ കോൺഗ്രസ് നേതാവും നിലമ്പൂർ മുൻ MLAയുമായ PV അൻവർ. TMC ദേശീയ നേതൃത്വത്തെയാണ് തന്റെ സന്നദ്ധത അൻവർ അറിയിച്ചത്. പ്രചരണത്തിനെത്തേണ്ട നേതാക്കളുടെ പട്ടികയും അൻവർ ദേശീയ നേതൃത്വത്തിന് കൈമാറി. മത്സരത്തിന് ഒരുങ്ങാൻ പാർട്ടി പ്രവർത്തകർക്കും അൻവർ നിർദ്ദേശം നൽകി. ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന് കഴിഞ്ഞുണ്ടാക്കും. അതേസമയം മണ്ഡലത്തിൽ PV അൻവർ നിലമ്പൂരിൻ്റെ സുൽത്താനാണെന്ന തരത്തിൽ ഫ്ലക്സുകളും ഉയർത്തി തൃണമൂൽ പ്രവർത്തകർ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ CPM സ്ഥാനാർത്ഥിയായിരുന്നു നാളെ അറിയാം. നാളെ ചേരുന്ന പാർട്ടി സംസ്ഥാന സമിതി യോഗങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ
നിലമ്പൂരിൽ കോൺഗ്രസിൻ്റെ പരാജയത്തിനായി പാലം വലിച്ചത് ഇപ്പോഴത്തെ UDF സ്ഥാനാർത്ഥി ആരോൺ ഷൗക്കത്താണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആരോപണവും ഉന്നയിച്ചു. ഇതിൻ്റെ ഫലമായാണ് VV പ്രകാശിൻ്റെ കുടുംബം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ഷൗക്കത്തിനെതിരെ ആഞ്ഞടിച്ചതെന്നും MV ഗോവിന്ദൻ ആരോപിച്ചു. രാഷ്ട്രീയ വഞ്ചനയ്ക്കെതിരെ നിലമ്പൂർ വിധിയെഴുതുമെന്ന തലക്കെട്ടിൽ ദേശാഭിമാനിൽ എഴുതിയ ലേഖനത്തിലാണ് MV ഗോവിന്ദൻ്റെ ആരോപണം. 2021 നിലമ്പൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന VV പ്രകാശിനെതിരെ PV അൻവർ 2000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. VV പ്രകാശിൻ്റെ മകളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഷൗക്കത്തിനെതിരായ ഒളിയമ്പെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നതെന്നും MV ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി. ഡിജിറ്റൽ ലോകവുമായി ബന്ധപ്പെടുന്ന കേരളത്തിലെ സംരംഭങ്ങൾക്ക് പിന്തുണ നൽകാൻ ടെക്നോപാർക്കിൽ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിച്ച് ഡിജിറ്റൽ സൊല്യൂഷനുകൾ വാഗ്ദാനം ചെയ്യുന്ന പ്രമുഖ IT കമ്പനിയായ ട്രിക്റ്റ ടെക്നോളജീസ്. ട്രിക്റ്റയുടെ പുതിയ ഓഫീസ് ടെക്നോപാർക്ക് ഫേസ് 1-ലെ ഗായത്രിയിൽ ചാണ്ടി ഉമ്മൻ MLA ഉദ്ഘാടനം ചെയ്തു. ആഗോള വെബ്, മൊബൈൽ, AI, IoT സേവനദാതാക്കളാണ് ട്രിക്റ്റ. അങ്ങനെ ട്രിക്റ്റ ടെക്നോളജീസ് തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിലും എത്തിയിരിക്കുന്നു. ഡിജിറ്റൽ ലോകവുമായി ബന്ധപ്പെടുന്ന കേരളത്തിലെ സംരംഭങ്ങൾക്ക് പിന്തുണ നൽകാൻ ടെക്നോ പാർക്കിൽ തങ്ങളുടെ സാന്നിധ്യവും ഉറപ്പിച്ച് വെബ്, മൊബൈൽ, AI, IoT സേവനദാതാക്കളായ ട്രിക്റ്റ. ചാറ്റ് ബോട്ട്സ്, റെക്കമെൻഡേഷൻ എഞ്ചിൻസ്, പ്രൊഡക്റ്റീവ് അനലിറ്റിക്സ്, NLP തുടങ്ങിയ AI സേവനങ്ങൾ, സ്മാർട്ട് ഓട്ടോമേഷൻ, കണക്റ്റഡ് ഡിവൈസസ്, സെൻസർ ഇൻ്റഗ്രേഷൻ, റിയൽ ടൈം മോണിറ്ററിംഗ് സിസ്റ്റംസ് എന്നിവയിൽ അധിഷ്ഠിതമായ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് സേവനങ്ങൾ, ഡിജിറ്റൽ ബ്രാൻഡിംഗ്, UI, UX ഡിസൈൻ, ഹോസ്റ്റിംഗ് തുടങ്ങിയവയാണ് സംരംഭങ്ങൾക്കുള്ള ട്രിക്റ്റ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ നൂതനമായ സേവനങ്ങൾ. ഡിജിറ്റൽ സൊല്യൂഷനുകൾ വാഗ്ദാനം ചെയ്യുന്ന ട്രിക്റ്റ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ പുതിയ ഓഫീസ് ടെക്നോപാർക്ക് ഫേസ് 1 ക്യാമ്പസിലെ ഗായത്രിയിൽ ചാണ്ടി ഉമ്മൻ MLA ഉദ്ഘാടനം ചെയ്തു. ടെക്നോപാർക്ക് CEO കേണൽ സഞ്ജീവ് നായർ വിശിഷ്ടാതിഥിയായിരുന്നു. ടെക്നോപാർക്ക് അസിസ്റ്റന്റ് മാനേജർ മാർക്കറ്റിംഗ് ജോർജ് ജേക്കബ്, ട്രിക്റ്റ ഡയറക്ടറും CEOയുമായ ജോമോൻ ജേക്കബ്, അനീസ് മുഹമ്മദ് ഷെരീഫ് ഡയറക്ടർ ഓപ്പറേഷൻസ്, ട്രിക്റ്റ CIO അരുൺ G ടോംസ്, COO ആന്റണി വിൻസൻ എന്നിവരും പങ്കെടുത്തു. ട്രിക്റ്റയുടെ അന്താരാഷ്ട്ര ഓഫീസ് UAE-ലെ ഷാർജ മീഡിയ സിറ്റിയിലാണ്. US, കാനഡ, ഓസ്ട്രേലിയ, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലാണ് ട്രിക്റ്റയുടെ പ്രധാന സംരംഭക ക്ലയൻറ്റുകൾ. ഡിജിറ്റൽ ലോകവുമായി ബന്ധപ്പെടുന്ന സംരംഭങ്ങൾക്ക് ട്രിക്റ്റ ഒരു വലിയ അനുഭവമാകുമെന്ന് ചാണ്ടി ഉമ്മൻ MLA പറഞ്ഞു. സംസ്ഥാനത്തെ IT രംഗത്തെ വളർച്ചയ്ക്കും തൊഴിലവസരങ്ങൾക്കും ട്രിക്റ്റ സഹായകമാകുമെന്നും ചാണ്ടി ഉമ്മൻ കൂട്ടിച്ചേർത്തു. ഇന്ത്യയുടെ പ്രമുഖ ടെക് ഹബ്ബായ ടെക്നോപാർക്കിലെ അടിസ്ഥാന സൗകര്യങ്ങളും വിപുലമായ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയും ട്രിക്റ്റയുടെ വളർച്ചയ്ക്ക് ഗുണകരമാകുമെന്ന് കേണൽ സഞ്ജീവ് നായർ അഭിപ്രായപ്പെട്ടു. ഷാർജ മീഡിയ സിറ്റിയിലെ ഓഫീസ് വഴി ഗൾഫ് മേഖലയിലെ ഡിജിറ്റൽ ആവശ്യങ്ങൾക്ക് ട്രിക്റ്റ ഇപ്പോൾ തന്നെ സേവനം നൽകുന്നുണ്ടെന്ന് ട്രിക്റ്റ ഡയറക്ടർ CEO ജോമോൻ ജേക്കബ് പറഞ്ഞു. 50ഓളം സ്ഥിര ജീവനക്കാരുള്ള ആഗോള സാങ്കേതിക ടീമായി മാറുകയാണ് ട്രിക്റ്റയുടെ അടുത്ത ലക്ഷ്യമെന്നും ജോമോൻ ജേക്കബ് ചൂണ്ടിക്കാട്ടി. തിരുവനന്തപുരം നഗരത്തിൽ ഒരു വീട്ടിനുള്ളിലെ രഹസ്യ അറയിൽ നിന്ന് 12 കിലോഗ്രാം കഞ്ചാവും 2 ഗ്രാം MDMAയും എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പരിശോധനയിൽ പിടികൂടി. ചാക്ക ITക്ക് സമീപം വീടിൻ്റെ ഹാൾമുറിയിലും ശുചിമുറിയിലും നിർമ്മിച്ചിരുന്ന രഹസ്യ അറകൾക്കുള്ളിൽ നിന്നുമാണ് കഞ്ചാവ് പിടികൂടിയത്. സംസ്ഥാനത്തെ സ്കൂളുകളും കോളേജുകളും ജൂൺ 2-ന് തുറക്കാൻ പോകുകയാണ്. മുൻകാലങ്ങളിൽ കാലവർഷം വരും, പെരുമഴ വരുമെന്നൊക്കെയായിരുന്നു രക്ഷകർത്താക്കളുടെയും വീട്ടുകാരുടെയും ഭീതി. പക്ഷേ ഇപ്പോൾ ആ ഭീതി മറ്റൊരു തരം ഭീതിയിലേക്കും ഭയത്തിലേക്കും മാറിയിരിക്കുന്നു. കഞ്ചാവും MDMAയും അടക്കമുള്ള ലഹരി വസ്തുക്കൾ വിൽക്കുന്ന റാക്കറ്റുകളും ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ വലയിട്ട് പിടിക്കാനായി പാറിപ്പറന്നെത്തും എന്നൊരു സൂചന കൂടി കഴിഞ്ഞ 1-2 വർഷങ്ങളായി കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതിനെ തടയിടാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കി കാത്തിരിക്കുകയാണ്. ശ്രമങ്ങൾ തുടരുകയാണ് സംസ്ഥാനത്തെ എക്സൈസ് പോലീസ് വകുപ്പുകളും. കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലാ അതിർത്തിയായ ആര്യങ്കാവിൽ വെച്ച് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടിയത് 1-2മല്ല 13.5 കിലോ കഞ്ചാവിൻ്റെ പൊതിയാണ്. അതും കാറിന് പിന്നിലെ ബമ്പറിനുള്ളിൽ അതിവിദഗ്ധമായി ഒളിപ്പിച്ച് കടത്തിയത്. ഇത് എക്സൈസ് സ്ക്വാഡ് എങ്ങനെ കണ്ടെത്തിയെന്നല്ലേ? അതിനാണ് ഈ ഉദ്യോഗസ്ഥരെ സ്പെഷ്യൽ സ്ക്വാഡിൽ നിയോഗിച്ചിരിക്കുന്നത്. ഈ വേട്ടൽ പിടിയിലായത് നല്ല സ്റ്റൈലൻ പേരുകാരായ പ്രതികളാണ്. ബെല്ലാരി സുനി, പട്ടർ പ്രശാന്ത്, പിന്നെ ഒരു രാജേഷ്. സ്കൂളും കോളേജും തുറക്കുന്ന കാലമല്ലേ? സാമൂഹിക പ്രതിബദ്ധതയുടെ പേരും പറഞ്ഞ് എക്സൈസ് ഉദ്യോഗസ്ഥർ സ്കൂളുകളെയൊന്നും പരാമർശിക്കുന്നില്ലെങ്കിലും ഈ കടത്തുകാരുടെ ലക്ഷ്യം സ്കൂളും കോളേജും തുറക്കുമ്പോൾ പ്രതീക്ഷിക്കുന്ന വിൽപ്പന തന്നെയായിരുന്നു. ഇപ്പോൾ ഇതാ വീണ്ടും തിരുവനന്തപുരം നഗര ഹൃദയത്തിൽ നിന്നും കഞ്ചാവ് പിടികൂടിയിരിക്കുന്നു. സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിൻ്റെ ചുമതലയുള്ള അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ G കൃഷ്ണകുമാർ ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് സ്ക്വാഡിലെ ഉദ്യോഗസ്ഥരും തിരുവനന്തപുരം IB യൂണിറ്റിലെ ഉദ്യോഗസ്ഥരും തിരുവനന്തപുരം എക്സൈസ് സർക്കിൾ പാർട്ടിയും ചേർന്ന് നടത്തിയ പരിശോധനയിൽ ചാക്ക ITക്ക് സമീപമുള്ള ഒരു വീടിൻ്റെ ഹാൾ മുറിയിലും ശുചിമുറിയിലും നിർമ്മിച്ചിരുന്ന
രഹസ്യ അറകൾക്കിടയിൽ നിന്നും കണ്ടെടുത്തത് അതും ഒന്നും രണ്ടുമല്ല 12 കിലോഗ്രാം കഞ്ചാവും 2 ഗ്രാം MDMA. ഇതാ കണ്ടില്ലേ, അതിവിദഗ്ധമായി ആ വീട്ടിൻ്റെ ഉള്ളിൽ ഹാൾ മുറിയിലെ ചുവരിനുള്ളിൽ അലങ്കാരപ്പണികൾ എന്ന രീതിയിൽ തടി കൊണ്ടുണ്ടാക്കിയ രഹസ്യ അറകൾ. പിന്നെ ശുചിമുറികളിലെ വാഷ് ബേസിന് താഴെയായി ചുമരിലും ഇളക്കിയെടുക്കാൻ കഴിയുന്ന കബോർഡിനുമിടയിലും വേറെയുമുണ്ട് രഹസ്യ അറകൾ. അവിടെ കഞ്ചാവ് പൊതികൾ അട്ടിയായി സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്നും കൂടെ താമസിക്കുന്ന വീട്ടുകാരുടെ ശ്രദ്ധയിൽ എങ്ങനെ പെടാതിരിക്കുമെന്നതാണ് സംശയം. നിരവധി കഞ്ചാവ് കേസുകളിൽ പ്രതിയായ ഹനീഫ് ഖാൻ എന്നയാളെ ആ വീട്ടിൽ നിന്നും പിടികൂടുകയും ചെയ്തു. 2024 ഹനീഫ് ഖാനെ കാറിൽ രഹസ്യ അറയുണ്ടാക്കി കടത്തിക്കൊണ്ടുവന്ന 18 കിലോ കഞ്ചാവുമായി സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടിയിരുന്നു. ഇവിടെ ഇപ്പോൾ ചാക്കയിൽ നിന്നും കഞ്ചാവ് കണ്ടെടുത്ത പാർട്ടിയിൽ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ജി കൃഷ്ണകുമാർ, എക്സൈസ് ഇൻസ്പെക്ടർമാരായ KV വിനോദ്, TR മുകേഷ് കുമാർ, RG രാജേഷ്, DS മനോജ് കുമാർ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പ്രകാശ് ബിജിരാജ്, പ്രിവന്റീവ് ഓഫീസർ ഷാജു, പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് M വിശാഖ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സുബിൻ, രജിത്, ശ്രീനാഥ്, ശരത് എന്നിവരും തിരുവനന്തപുരം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ റജിലാലും പാർട്ടിയും ഉണ്ടായിരുന്നു. കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റ് കണ്ണികളെ കണ്ടെത്തുന്നതിനുള്ള തുടർ നടപടികൾ തിരുവനന്തപുരം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ റജിലാൽ നിർവഹിക്കുന്നതാണ്. എന്തായാലും ജൂൺ മാസത്തിൽ സംസ്ഥാനത്തെ സ്കൂളുകളും കോളേജുകളും തുറക്കുന്നതിന് മുമ്പ് തന്നെ തിരുവനന്തപുരം നഗരഹൃദയത്തിൽ നിന്നും ഇത്രയും കഞ്ചാവ് പിടികൂടിയിട്ടുണ്ടെങ്കിൽ അതെന്തായാലും ഒരു നല്ല കാര്യം തന്നെയാണ്. മലപ്പുറത്ത് നിന്നും കോഴിക്കോട് നിന്നും കർണാടകയിലേക്കുള്ള ദൂരം പകുതിയെ കുറയ്ക്കാൻ കഴിയുന്ന വയനാട് തുരങ്കപാതയ്ക്കൊടുവിൽ കേന്ദ്ര അനുമതി ലഭിച്ചു. നീണ്ട ചർച്ചകൾക്കും തടസ്സങ്ങൾക്കും ഒടുവിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിലുള്ള വിദഗ്ധ സമിതിയാണ് അനുമതി നൽകിയത്. വിശദമായ വിജ്ഞാപനം പിന്നീട് പുറത്തിറങ്ങും. ഇതോടെ സംസ്ഥാന സർക്കാരിന് ടെൻഡർ നടപടിയുമായി മുന്നോട്ട് പോകാം. നേരത്തെ പല തവണകളിലും പാരിസ്ഥിതിക വിഷയങ്ങൾ ഉന്നയിച്ച് കേന്ദ്രം അനുമതി നിഷേധിച്ച തുരങ്ക പദ്ധതിയാണ് ഇപ്പോൾ തടസ്സങ്ങൾ നീക്കി മുന്നോട്ട് വരുന്നത്. പാതയ്ക്കായി കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ആവശ്യമുള്ള മുഴുവൻ ഭൂമിയും സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് കൈമാറിയിരുന്നു. 1341 കോടി രൂപയ്ക്ക് ദിലീപ് ബിൽഡ് കോൺ കമ്പനിയാണ് നിർമ്മാണ കരാർ ഏറ്റെടുത്തത്. ഇരുവഴിഞ്ഞി പുഴയ്ക്ക് കുറുകെ പണിയുന്ന പാലത്തിൻ്റെ 80.4 കോടി രൂപയുടെ കരാർ കൊൽക്കത്ത ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റോയൽ ഇൻഫ്ര കൺസ്ട്രക്ഷൻ കമ്പനിയാണ് നേടിയത്. കോഴിക്കോട് ജില്ലയിലെ ആനക്കാംപൊയിലിൽ നിന്നും ആരംഭിച്ച് വയനാട് മേപ്പാടിയിലെ കള്ളാടിയിലാണ് തുരങ്കപാത അവസാനിക്കുന്നത്. പാത വരുന്നതോടെ ചുരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുകയും ആനക്കാംപൊയിൽ മേപ്പാടി ദൂരം 42 കിലോമീറ്ററിൽ നിന്നും 20 കിലോമീറ്ററായി കുറയുകയും ചെയ്യും. ഇനി സ്പോർട്സ്. ലോക ചെസ്സിലെ ചാമ്പ്യനായ ഗുകേഷിന് 19ാം ജന്മദിനത്തിലും തൻ്റെ റെക്കോർഡ് നിലനിർത്താനായി. നോർവേ ചെസ്സിൽ 2 തോൽവികൾക്ക് ശേഷമുള്ള മൂന്നാമത്തെ കളിയിൽ ഗുകേഷ് വിജയം തിരിച്ചുപിടിക്കുകയായിരുന്നു. ആദ്യ റൗണ്ടിൽ ലോക 1-ാം നമ്പർ താരം മാഗ്നസ് കാൾസനോടാണ് തോൽവി ഏറ്റുവാങ്ങിയതെങ്കിൽ രണ്ടാമത്തെ മത്സരത്തിൽ ഇന്ത്യയുടെ അർജുൻ എരിഗെയ്സാണ് ഗുകേഷിനെ തോൽപ്പിച്ചത്. എൻഡ് ഗെയിമിൽ അതിസമർത്ഥമായ കളിയിലൂടെ ഗുകേഷ് വിജയം തിരിച്ചു പിടിക്കുകയായിരുന്നു. ഹിക്കാരു നകാമുറയെ പരാജയപ്പെടുത്തിയാണ് ഗുകേഷ് തൻ്റെ വിജയം സ്വന്തമാക്കിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ നികുതി ചുമത്തിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ എതിർത്ത് US വ്യാപാര കോടതി. നികുതി ഏർപ്പെടുത്തിയ നടപടിയും തടഞ്ഞു കോടതി. വ്യാപാര വിഷയങ്ങൾ പരിഗണിക്കുന്ന US ഫെഡറൽ കോടതിയായ മൻഹാട്ടൻ അന്താരാഷ്ട്ര വ്യാപാര കോടതിയാണ് ഈ നീക്കം നടത്തിയത്. ട്രംപിന്റെ നീക്കം അധികാര ദുർവിനിയോഗമെന്നും കോടതി. ഇന്ത്യക്കാർക്കടക്കം തിരിച്ചടിയായി കെയർ സ്റ്റാമർ സർക്കാരിന്റെ സ്വദേശിവൽക്കരണ നീക്കങ്ങൾ പുരോഗമിക്കുന്നു. കുടിയേറ്റ തൊഴിലാളികളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനായി UK-യിൽ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള കുടിയേറ്റക്കാർ സജീവമായ കൺസ്ട്രക്ഷൻ, എഞ്ചിനീയറിംഗ്, സോഷ്യൽ കെയർ മേഖലകളിൽ സ്വദേശികൾക്ക് പരിശീലന പദ്ധതികൾ ഒരുക്കി UK സർക്കാർ.
ട്രംപ് ഭരണകൂടത്തിലെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും താൻ ഒഴിയുന്നതായി പ്രഖ്യാപിച്ച എലോൺ മാസ്ക് ആയിരക്കണക്കിന് ഫെഡറൽ ജോലികൾ ഇല്ലാതാക്കിയ US ഗവൺമെന്റിന്റെ ഡോഗ് നീക്കത്തിന് നേതൃത്വം നൽകിയെന്ന് മസ്കിന്റെ വീമ്പിളക്കൽ. ട്രംപിനെ വിമർശിച്ചത് ഓഫ് ബോർഡിങ്ങിന് കാരണമെന്ന് സൂചന. ഹമാസ് തലവൻ മുഹമ്മദ് സിൽവാർ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. സിൽവാറിനെ വധിച്ചതായി സ്ഥിരീകരിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. യുക്രൈൻ യുദ്ധത്തെ ചൊല്ലി US-ഉം റഷ്യയും തമ്മിൽ പരസ്യമായ വാക്പോരിലെത്തി. റഷ്യ ഉക്രൈൻ അതിർത്തിയിൽ 50,000 സൈനികരെ വിന്യസിച്ചതിനെ പുടിൻ തീ കൊണ്ട് കളിക്കുകയാണെന്ന് പ്രതികരിച്ച് ട്രംപ്. ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ നാറ്റോ വികസനം നിർത്തണമെന്നും റഷ്യക്കെതിരായ ഉപരോധങ്ങൾ പിൻവലിക്കണമെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ നിബന്ധന വച്ചതായി റിപ്പോർട്ട്. UK-യിൽ 2 ചൈൽഡ് ബെനിഫിറ്റ് ക്യാപ് എന്ന നിയന്ത്രണം എടുത്തു കളയാൻ സർക്കാർ ആലോചിക്കുന്നതായി വിദ്യാഭ്യാസ സെക്രട്ടറി ബ്രിജിറ്റ് ഫിലിപ്സ്. വീട്ടുജോലിക്കാരെ റിക്രൂട്ട് ചെയ്യുന്ന ഓഫീസുകൾക്കെതിരെ നിയമം കർശനമാക്കി UAE. ഈ വർഷം ആദ്യം 3 മാസത്തിനിടെ നിയമം ലംഘിച്ച 30 റിക്രൂട്ടിംഗ് ഓഫീസുകൾക്കെതിരെ നടപടിയെടുത്തതായി UAE മാനവ വിഭവശേഷി മന്ത്രാലയം. ഇനി മുതൽ ഇന്ത്യൻ പൗരന്മാർക്ക് വിവാഹ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ തന്നെ പാസ്പോർട്ടിൽ പങ്കാളിയുടെ പേര് ചേർക്കാം. ഇതിനായി പാസ്പോർട്ട് നിയമത്തിൽ ഇളവ് വരുത്തി ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ്. നിലമ്പൂരിൽ മത്സരിക്കാൻ TMC ദേശീയ നേതൃത്വത്തെ സന്നദ്ധത അറിയിച്ച് PV അൻവർ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ കോൺഗ്രസിന്റെ പരാജയത്തിന് പാലം വലിച്ചത് ആര്യടൻ ഷൗക്കത്ത് എന്ന് CPM. ഇടത് സ്ഥാനാർത്ഥി ആരെന്ന് നാളെ അറിയാം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.